ഞാൻ കഴിഞ്ഞ ഡിസംബർ മാസത്തിലൊരു OneCard എടുത്തിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ ഒരു കാർഡ് ഉപയോഗിച്ച് വരികയായിരുന്നു. സോ എൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ, ആ ഒരു കാർഡിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുപോലെ തന്നെ OneCardൻ്റെ സർവീസ് ചാർജിൽ ഫെബ്രുവരി 20 മുതൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. OneCard അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഏഞ്ചൽ വണ്ടിൽ സൗജന്യമായിട്ടൊരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ലിങ്കും വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഈ ഒരു OneCardൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ OneCardൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ മുതൽ തന്നെ നമുക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് സാധിക്കും. കാരണം വിർച്വൽ കാർഡ് നമുക്ക് അപ്പോൾ തന്നെ കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ കാർഡ് കിട്ടിയപ്പോൾ മുതൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ വിർച്വൽ കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിസിക്കൽ കാർഡ് ഡെലിവറി ചെയ്തു. പക്ഷേ എനിക്ക് ഫിസിക്കൽ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ഒന്നും തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നില്ല. കാർഡ് ഉപയോഗിച്ച് എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി പോകുന്ന ഒരു പ്രശ്നമാണ് ഞാൻ നേരിട്ടത്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കി. അപ്പോൾ പലർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറുന്നുണ്ട്. അതായത് ഒരു 1 വീക്കൊക്കെയാണ് പലർക്കും ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആവുന്നത്. അങ്ങനെ ഒരു കോമൺ ഇഷ്യൂ OneCardൻ്റെ മെറ്റൽ കാർഡിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഏത് ട്രാൻസാക്ഷൻ നടത്തിയിട്ടും ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയിക്കൊണ്ടിരുന്നു. ഞാൻ ആദ്യത്തെ ഒരാഴ്ച വെയിറ്റ് ചെയ്തു. ഞാൻ നോ റെസ്പോൺസ്. പിന്നെ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയിക്കൊണ്ടിരുന്നു. ഞാൻ പല സ്ഥാപനങ്ങളിൽ ട്രൈ ചെയ്തു. സമയം വേസ്റ്റായി എന്നല്ലാതെ എനിക്ക് അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും കിട്ടിയില്ല. ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആവും. പിന്നെ ഞാൻ വേറെ കാർഡ് നൽകി പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഫിസിക്കൽ കാർഡിന് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. വിർച്വൽ കാർഡ് ഉപയോഗിച്ച് ഓൺലൈനിൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുമായിരുന്നു. അതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്തു. നമുക്ക് ആപ്പ് വഴി കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇമെയിൽ അയച്ചും കോൺടാക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ റെസ്പോൺസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടും. പക്ഷേ നമുക്കൊരു സൊല്യൂഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഏത് ഫിൻടെക് കമ്പനിയായാലും ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. കസ്റ്റമർ സപ്പോർട്ട് എല്ലാ ഫിൻടെക് കമ്പനികളുടെയും കണക്കാണ്. നമുക്കൊരു സൊല്യൂഷൻ കിട്ടാനായിട്ട് നല്ല ടൈം എടുക്കും. അത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. സോ ഒരു ധാരണയുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടാനായിട്ട് എന്തായാലും സമയമെടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും എനിക്ക് ഈ ഒരു കാലയളവിൽ തോന്നിയില്ല. അങ്ങനെ ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു. അവർ ഓരോരോ പ്രോബ്ലംസിന് ഓരോരോ സൊല്യൂഷൻസ് പ്രീഫിക്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പലതവണ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും തന്നെ മുമ്പ് അയച്ച സെയിം റെസ്പോൺസാണ്, സെയിം മെസ്സേജാണ് അയച്ചുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ആദ്യം ചെറിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുക, അതിനുശേഷം വലിയ ട്രാൻസാക്ഷനിലേക്ക് മാറുക. അതുപോലെ തന്നെ നമ്മൾ കാർഡ് കിട്ടി നമ്മൾ വലിയ എമൗണ്ടിൻ്റെ വാലറ്റ് ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ വലിയ എമൗണ്ടിൻ്റെ റെൻറ്റ് പേയ്മെൻറ്റ്, പിന്നെ പെട്രോൾ പമ്പിൽ നമ്മൾ വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടത്തിയാലൊക്കെ അവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ട്രാൻസാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആകപ്പെടും. ഒരു 48 മണിക്കൂർ കഴിഞ്ഞ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ആകും. ഇതൊക്കെയാണ് അവർ ഇങ്ങോട്ട് ഒരു സൊല്യൂഷനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഇത് വർക്ക് ചെയ്തില്ല. കാരണം ഞാൻ ചെറിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷനാണ് ഓൾറെഡി ചെയ്തത്. അതും ഞാൻ ചെയ്തത് റെൻറ്റ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ വാലറ്റ് ലോഡിങ്ങോ ഒന്നുമല്ല, ഷോപ്പിൽ ആണ് പേയ്മെൻറ്റ് ചെയ്തത്. ഞാൻ പല മർച്ചൻ്റ് മാറി ഉപയോഗിച്ച് നോക്കി, എല്ലായിടത്തും സെയിം റെസ്പോൺസ്. ഞാൻ വീണ്ടും കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. ചിലർ പറഞ്ഞത് ട്രാൻസാക്ഷൻ പാറ്റേൺ അനുസരിച്ച് അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു സെയിം ഷോപ്പിൽ സെയിം എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ സെയിം ഡേയിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചെയ്യപ്പെടും. അത് സെക്യൂരിറ്റി പർപ്പസിൻ്റെ ഭാഗമാണ്. ഒരു 48 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആകും. ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് എനിക്ക് കസ്റ്റമർ കെയറിൽ നിന്നും ലഭിച്ചത്. ഒരു പ്രോപ്പർ ഉത്തരം കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും കോൺടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അവരത് ഹയർ അതോറിറ്റിയിലേക്ക് കൈമാറി. എന്നിട്ടൊരു റെസൊല്യൂഷൻ ടൈം നമുക്ക് ആപ്പിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ റിക്വസ്റ്റിൻ്റെ ആ ഒരു ഡേറ്റ് എത്തുമ്പോൾ ഒരു റെസ്പോൺസും കിട്ടിയിരുന്നില്ല. ആ ഡേറ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ സോറി പറയും, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും. അവരുടെ സൈഡിൽ പ്രശ്നമൊന്നുമില്ല സാർ, ഒരു 48 മണിക്കൂർ കഴിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് എനിക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അവസാനം ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞാൻ അവരുടെ നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്തു. അവിടെ മുതൽ എനിക്ക് പ്രോപ്പറായിട്ട് റെസ്പോൺസ് കിട്ടി തുടങ്ങി. ഞാൻ നോഡൽ ഓഫീസറിൻ്റെ മെയിൽ അയച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി. അവരത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ട് തന്നെ അവരുടെ റെസ്പോൺസ് വന്നു. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്തു. കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ ബാക്ക് വന്നു. അത് ചിപ്പിൻ്റെ ഇഷ്യൂ ആകാനാണ് സാധ്യത. അവരുടെ സൈഡിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ കാർഡ് അവർ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സാധാരണയായിട്ടൊരു മെറ്റൽ കാർഡ് റീപ്ലേസ് ചെയ്യുമ്പോൾ 3000 രൂപ പ്ലസ് GST ചാർജ് വരും. പക്ഷേ ഇത് അവരുടെ പ്രശ്നമാണ്, കാർഡിൻ്റെ ഡാമേജ് ആണ്. സോ അത് ഫ്രീ ആയിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം മുമ്പ് എനിക്ക് കാർഡ് കിട്ടി. കാർഡ് ഉപയോഗിച്ച് ഞാൻ ട്രാൻസാക്ഷൻ ചെയ്ത് നോക്കി. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്വൈപ്പ് ട്രാൻസാക്ഷൻ ആയാലും അത് ഇനിയിപ്പോൾ ടാപ്പ് ആൻഡ് പേ ആയാലും ഞാൻ ഉപയോഗിച്ച് നോക്കി. വർക്കിംഗ് ഫൈൻ, യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ മുൻപ്
മുൻപ് എനിക്ക് കിട്ടിയ കാർഡിൻ്റെ ചിപ്പിലുണ്ടായ എന്തോ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് ഫിസിക്കൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കാതിരുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടാനായിട്ട് ഇത്രയും ഒരു ടൈം ഡിലേ വന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത്രയും ടൈം ഡിലേ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഫിൻടെക് കമ്പനികളിലേക്ക് അവസ്ഥ അതാണ്, കസ്റ്റമർ സപ്പോർട്ട് മോശമാണ്. കാർഡ് കിട്ടി ഇത്രയും ദിവസം ഉപയോഗിച്ചപ്പോൾ നേരിട്ട ഒരേ ഒരു പ്രശ്നം അതാണ്, ഫിസിക്കൽ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നില്ല. കസ്റ്റമർ സപ്പോർട്ട് മോശമായിട്ട് എനിക്ക് തോന്നി. ഇത് മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ഇനി ഒരു കാർഡിൻ്റെ പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒന്നാമത്തേത് ആപ്പാണ്. നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആപ്പ് കിട്ടുന്നുണ്ട്. ആപ്പ് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി നമുക്ക് ആ ഒരു കാർഡിന് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഓഫർ ഉണ്ട് എന്ന് വരെ നമുക്ക് ആ ഒരു ആപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സാധാരണ നമ്മളൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാർഡിന് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഓഫർ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ട് പോകുമ്പോഴായിരിക്കും അവിടെ ആ ഒരു കാർഡിന് ഓഫർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു OneCardന് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഓഫർ ഉണ്ടെന്ന് നമുക്ക് അവരുടെ ആപ്പ് വഴി തന്നെ അറിയുവാനായിട്ട് സാധിക്കും. ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരത്ത് സാധാരണ നമ്മൾ OTP ഉപയോഗിച്ചാണ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. അതിന് പുറമെ നമുക്കൊരു എക്സ്ട്രാ ഓപ്ഷൻ കൂടി OneCardലുണ്ട്. നമ്മുടെ ആപ്പിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, സ്വൈപ്പ് ചെയ്യുക, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകും. OTP ടൈപ്പ് ചെയ്യാനൊന്നും നടക്കേണ്ട. ഇനി OTP ഉപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ ഒരു ഇന്നാപ്പ് പേയ്മെൻറ്റ് ഓപ്ഷൻ അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ OTP അടിച്ച് നമുക്കത് ഓതൻറ്റിഫിക്കേഷൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷനും പേഴ്സണലി എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം OTP അടിക്കാനായിട്ട് നടക്കേണ്ട. ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരും, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, സ്വൈപ്പ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. അത് നന്നായിട്ട് എനിക്ക് തോന്നി. പിന്നെ OneCardൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറൻ്റ് ആണ്. അവരുടെ ചാർജിൻ്റെ ആ ഒരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ ചാർജും കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ OneCardൻ്റെ ഫോറെക്സ് ചാർജ് കുറവാണ്, 1% ആണ് വരുന്നത്. നോർമലി കാർഡുകളുടെ ഫോറെക്സ് ചാർജ് വരുന്നത് 3.5% ആണ് നമ്മൾ ഇൻ്റർനാഷണലി ആ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ. പിന്നെ ഈ ഒരു കാർഡിന് നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിൻറ്റ് ലൈഫ് ടൈം വാലിഡിറ്റിയാണ് വരുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെഡീം ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ റിഡംഷൻ ചാർജ് വരുന്നില്ല. പിന്നെ ഇതിനകത്ത് ഈ ഒരു OneCardൽ നമുക്ക് ഫ്യൂവൽ സർചാർജ് വേവർ വരുന്നുണ്ട്. മുൻപ് അതിന് ക്യാപ്പൊന്നും ഇല്ലായിരുന്നു. എത്ര രൂപയുടെ ഫ്യൂവൽ അടിച്ചാലും നമുക്ക് അത്രയും സർചാർജ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടിയിരുന്നു. ഇപ്പോൾ പുതിയൊരു റൂൾ അനുസരിച്ച് ഫെബ്രുവരി 20 മുതൽ നമുക്കൊരു മാസം മാക്സിമം 400 രൂപ വരെ മാത്രമേ ഈ രീതിയിൽ റീഫണ്ട് ചെയ്ത് കിട്ടുകയുള്ളൂ. പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയത് ഫ്രാക്ഷണൽ റിവാർഡ് പോയിൻ്റ് ആണ്. നോർമലി ഒരു കാർഡിൽ നമ്മൾ ഒരു 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റ് കിട്ടും. എന്നാൽ നമ്മളിപ്പോൾ 50 രൂപയ്ക്ക് പകരം 25 രൂപ സ്പെൻഡ് ചെയ്താൽ കൂടി നമുക്ക് ഫ്രാക്ഷണൽ റിവാർഡ് പോയിൻ്റ് കിട്ടും. 25 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അര റിവാർഡ് പോയിൻ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര രൂപ, എത്ര ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ വലിയ എമൗണ്ട് ആയിക്കോട്ടെ, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന തുക നമുക്കൊരു ഫ്രാക്ഷണൽ റിവാർഡ് പോയിൻ്റ് നമുക്ക് OneCard ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റു കാർഡുകളിൽ ഇങ്ങനെ ഫ്രാക്ഷണൽ റിവാർഡ് പോയിൻ്റ് ഇല്ല. ഇപ്പോൾ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പോയിൻ്റ് കിട്ടുന്ന കാർഡിൽ നിങ്ങൾ 150 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിവാർഡ് പോയിൻ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. അവിടെ ഒരു 50 രൂപയ്ക്ക് ഒരു ഫ്രാക്ഷണൽ റിവാർഡ് പോയിൻ്റ് മറ്റു കാർഡുകളൊന്നും തന്നെ ഓഫർ ചെയ്യുന്നില്ല. എന്നാൽ OneCard അത് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് OneCard ലൈഫ് ടൈം ഫ്രീ ആണ്. പ്രത്യേകിച്ച് ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ നൽകേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ OneCardൽ ഒരു 1 ലക്ഷം രൂപയുടെ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട്. എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ഒരു കവറേജും ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു കാർഡിൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒന്നാമത്തേത് കാർഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചാർജാണ്. മെറ്റൽ കാർഡ് ആണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചാർജ് വരുന്നത് 3000 രൂപയാണ്. പ്ലാസ്റ്റിക് കാർഡ് ആണെങ്കിൽ അത് 145 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ കാർഡ് കിട്ടി നമുക്ക് ഉടനെ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഉടനെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യുന്നതിനൊരു ചാർജ് കൊടുക്കണം. മെറ്റൽ കാർഡ് ആണെങ്കിൽ 3000 രൂപ പ്ലസ് GST കൊടുക്കണം. പ്ലാസ്റ്റിക് കാർഡ് ആണെങ്കിൽ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് 500 രൂപ പ്ലസ് GST നൽകണം. എന്നാൽ 6 മാസത്തിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർജ് കൊടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൽ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട പോരായ്മകൾ. ഇനി ഈ ഒരു OneCardൻ്റെ ഫീസ് ആൻഡ് ചാർജസിൽ ഫെബ്രുവരി 20 മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഡ് ഉപയോഗിച്ച് നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് ലൈക്ക് പേടിഎം, ഫോൺപേ, ഗൂഗിൾ പേ പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ വഴി റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 1% ചാർജ് OneCard ഈടാക്കും. സാധാരണ നമ്മൾ റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോം ഒരു ഫീസ് ഈടാക്കും. അപ് ടു 2% വരെയൊക്കെയാണ് പ്ലാറ്റ്ഫോം ഫീസ് ഈടാക്കുന്നത്. ഇതിന് പുറമെയാണ് OneCard 1% ചാർജ് ഈടാക്കുന്നത്. ഇത് ഈ ഒരു ഫെബ്രുവരി 20 മുതൽ പ്രാബല്യത്തിൽ വരും. എന്നാൽ നമുക്ക് OneCardനുള്ളിൽ തന്നെ നമുക്ക് റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 1% ചാർജ് എടുക്കുകയില്ല. പക്ഷേ ഒരു പ്ലാറ്റ്ഫോം ഫീസ് വരുന്നുണ്ട്. അപ് ടു 2% OneCard ഈടാക്കുന്ന പ്ലാറ്റ്ഫോം ഫീസ്. പിന്നെ വരുന്നൊരു മാറ്റം ഫ്യൂവൽ സർചാർജിലാണ്. മുൻപ് ഫ്യൂവൽ സർചാർജിന് ക്യാപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫെബ്രുവരി 20 മുതൽ ഒരു മാസത്തിൽ മാക്സിമം 400 രൂപ വരെ മാത്രമേ നമുക്ക് സർചാർജ് റീഫണ്ട് ചെയ്ത് കിട്ടുകയുള്ളൂ.
ഉള്ളൂ. ഈ ഒരു OneCardന്റെ EMI റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വരുന്നത് മന്ത്ലി ആണെങ്കിൽ 1.33% ആണ്. ആനുവലി ആകുമ്പോൾ ഇത് 16%. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് 1%, മിനിമം 99 രൂപ പ്ലസ് GST പ്രോസസ്സിംഗ് ഫീസായിട്ട് ഈടാക്കും. പിന്നെ നമ്മൾ EMI ഇട്ട് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ ആ ഒരു EMI കാലാവധി എത്തും മുൻപ് മുൻകൂട്ടി നമ്മൾ ആ ഒരു EMI ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ചാർജ് വരുന്നുണ്ട്. ഫോർക്ലോഷർ ചാർജ് ആയിട്ട് നമ്മൾ ബാക്കി അടക്കാനുള്ള തുക എത്രയാണോ അതിൻ്റെ 3% തുക ഈടാക്കും. മിനിമം 99 രൂപ പ്ലസ് GST ഈടാക്കും. ഈ ഒരു OneCardനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി